നമ്മുടെ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങുവാണ്. കുറച്ച് ദിവസമായി ഇപ്പോൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാത്ത സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇന്ന് എന്തായാലും ഈ ഡ്രോയിങ് ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പെന്നും പേപ്പറും ഒക്കെ എടുത്ത് എല്ലാവരും റെഡി ആയിക്കോളൂ. ഇത് കുറച്ചധികം വരയ്ക്കാനുണ്ട് കേട്ടോ. പേപ്പറിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ഇതുപോലെ വളഞ്ഞു പൊളഞ്ഞ കുറച്ച് വരകൾ വരച്ചു കൊടുക്കുക. ഇനി ഓരോരോ കോളങ്ങളിൽ ഓരോരോ ഡിസൈൻ ആയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഒന്നിൽ ഇതുപോലെ റൗണ്ട് ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. സെൻറ്ററിലുള്ള ആ ഒരു കോളം മാത്രം നമ്മൾ അവിടെ ഒഴിച്ചിട്ടിരിക്കുവാണ്. ആ സെൻറ്ററിലുള്ള സ്ഥലത്ത് എന്ത് വരയ്ക്കണം എന്ന് എനിക്ക് തന്നെ വലിയ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു രീതിയിൽ ഞാൻ അങ്ങ് വരച്ച് ഫിനിഷ് ചെയ്യുമായിരുന്നു. ഇതുപോലെ വരയ്ക്കണം എന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഏത് ഡിസൈനാണോ, നല്ലതെന്ന് തോന്നുന്നത് ഏത് ഡിസൈനാണോ അതൊക്കെ വരച്ചിട്ട് നിങ്ങൾക്ക് ഈ ഓരോ കോളങ്ങൾ ഫില്ല് ചെയ്യാം. സെൻറ്റാങ്കിൾ ആർട്ടും ഡൂഡിൽ ആർട്ടൊക്കെ വരയ്ക്കുമ്പോൾ ഒരാൾ ചെയ്തത് കണ്ടതുപോലെ തന്നെ നമ്മളും ചെയ്യണമെന്നില്ല. നമുക്ക് നമ്മുടേതായ ഐഡിയയിൽ കുറേ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അങ്ങനെ ചില മാറ്റങ്ങളൊക്കെ വരുത്തി കഴിയുമ്പം നമുക്കായിട്ട് പുതിയ സെൻറ്റാങ്കിൾ ആർട്ടും ഡൂഡിൽ ആർട്ടൊക്കെ കണ്ടുപിടിക്കാനും പറ്റും. ഞാൻ എന്തായാലും ഒരു വീഡിയോയിൽ കണ്ടതുപോലെ തന്നെയാണ് കേട്ടോ വരയ്ക്കുന്നത്. ഒട്ടും സമയമില്ലാത്തൊരു സമയത്താണ് ഇത് വരയ്ക്കാനെടുത്തത്. അതുകൊണ്ട് തന്നെ അതുപോലെ വരയ്ക്കലല്ലാണ്ട് വേറെ രക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും വരച്ച് ഒപ്പിക്കാൻ മടിയുള്ളവർക്ക് വേണമെങ്കിൽ 1-2 കോളമൊക്കെ സ്കിപ്പ് ചെയ്ത് കുറച്ച് വലുതാക്കി വരച്ചാൽ കളർ ചെയ്യാനും വരച്ച് തീർക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. ഞാൻ ആദ്യം അങ്ങനെയൊക്കെ വിചാരിക്കും, ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒന്നും വരയ്ക്കരുതെന്ന്. പക്ഷേ വരച്ച് വരുമ്പോൾ അതെങ്ങനെയായാലും അങ്ങനെയൊക്കെ ആയിപ്പോവും. വരച്ചെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ എല്ലാം ഗ്യാപ്പുകളിൽ മൊത്തം ബ്ലാക്ക് കളർ കൊടുത്തിട്ട് ഫില്ല് ചെയ്യണം. ഞാൻ ഇങ്ങനെയുള്ള ഫില്ല് ചെയ്യുന്ന പരിപാടിയൊക്കെ മാക്സിമം ഒഴിവാക്കാറാണ് പതിവ്. പക്ഷേ എത്ര ഒഴിവാക്കിയാലും ഞാൻ ചെയ്യുന്നതിനകത്ത് ഇങ്ങനത്തെ ഫില്ല് ചെയ്യേണ്ട പരിപാടികളൊക്കെ ഉണ്ടാവും. പെന്നുകൊണ്ട് ഫില്ല് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സ്കെച്ചും കൊണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളർ കയറാൻ ചാൻസ് ഉണ്ട്. കുറേ പേരുടെ കമൻസ് കാണാറുണ്ട്, ക്ഷമ പഠിക്കാൻ ഏറ്റവും നല്ലൊരു പരിപാടിയാണ് ഈ ഒരു ഡ്രോയിങ്. ശരിയാണ്, നമുക്ക് വരയ്ക്കണമെന്ന് അത്രയും ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അത്രയും ക്ഷമിച്ചിരുന്ന് വരയ്ക്കും. 1-2 നോക്കിയിട്ട് കളഞ്ഞിട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അവർക്കൊരിക്കലും ഇതിൻ്റെ ഫൈനൽ റിസൾട്ടിൽ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം കിട്ടില്ല. വരയ്ക്കണമെന്ന് അത്രമേൽ ആഗ്രഹിക്കുന്ന ആരും ഇത് കളഞ്ഞിട്ട് പോവേയില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഞാൻ കളർ കൊടുത്ത് തുടങ്ങുവാണ്. ഇത് എൻ്റേതായ രീതിയിലാണ് കേട്ടോ കളർ ചെയ്യുന്നത്. ഞാൻ നോക്കി വരച്ച പിക്ചറിൽ ഇങ്ങനെയൊന്നും അല്ല കളർ കൊടുത്തിരിക്കുന്നത്. ആ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ കൊടുക്കുന്നത്. ഇതും അടിപൊളിയാണെന്നൊന്നുമല്ല, എനിക്ക് തോന്നിയതുപോലെ കൊടുത്തതാണ്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ത് ബോറായാലും ഞാൻ കാണുക തന്നെ ചെയ്യണം. ഇത് കൊളാവും തന്നെയാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷെ വരച്ച് കളറൊക്കെ ചെയ്ത് ഇത്രയായപ്പോൾ എനിക്കും വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. എങ്കിലും ആ നടുക്കത്തെ കോളമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സങ്കടം. അവിടെ എന്ത് ചെയ്യുമെന്ന് ഞാൻ കുറേ ആലോചിച്ചു. പിന്നെ ഞാൻ ഇതുപോലത്തെ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചിട്ട് ആ കോളം മൊത്തമായിട്ട് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്തു. അതെങ്ങനെ കൊളമായിട്ടുണ്ടോ നന്നായിട്ടുണ്ടോ നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ. എല്ലാ വീഡിയോകളും കാണുക, അഭിപ്രായം അറിയിക്കുക.